നമസ്കാരം. ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് റെഡിയാവുകയാണോ? എങ്കിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിലെ, അതായത് ഇക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ, പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. മലയാളത്തിൽ പറഞ്ഞാൽ ഡാറ്റയുടെ അവതരണം. ഈ ചാപ്റ്റർ പഠിക്കാൻ നമുക്കൊരു സിമ്പിൾ വഴിയുണ്ട്. നമ്മളൊരു 6 സ്റ്റെപ്പുകളായിട്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഈ ചാപ്റ്റർ എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പിന്നെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഡയഗ്രമൊക്കെ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. പിന്നെ ചെറിയ കണക്കുകൾ ചെയ്യാനും പഠിക്കും. സാധാരണ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കും. അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ കാര്യം, എന്തിനാണ് നമ്മൾ ഈ ചാപ്റ്ററിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം പരീക്ഷയ്ക്ക് ഉറപ്പായും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വരാറ്. കുറച്ച് തിയറി ചോദ്യങ്ങളും ഉണ്ടാകും, പിന്നെ ഡയഗ്രം വരയ്ക്കാനുള്ള ചോദ്യങ്ങളും. രണ്ടും വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ മാത്രം നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു വിഷയം പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ ഡേറ്റ തന്നാലും ഒരു പേടിയും വേണ്ട. അതിനെ വളരെ സിമ്പിളായിട്ടുള്ള ടേബിളുകളും കാണാൻ നല്ല ഭംഗിയുള്ള ഡയഗ്രങ്ങളുമൊക്കെ ആക്കി മാറ്റാൻ നിങ്ങൾ പഠിച്ചിരിക്കും. പരീക്ഷയെ ഒരു പേടിയുമില്ലാതെ നേരിടാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്താണ് ഈ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ? നമുക്ക് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചു നോക്കാം. നിങ്ങളുടെ കയ്യിൽ പല നിറത്തിലുള്ള ഒരുപാട് മുത്തുകളുണ്ടെന്ന് വിചാരിക്കുക. അതെല്ലാം ഒരു പെട്ടിയിൽ വെറുതെ വാരിയിട്ടാൽ ഒരു ഭംഗിയുമുണ്ടാവില്ലല്ലേ? ഏത് നിറമാണ് കൂടുതലുള്ളതെന്നോ കുറവുള്ളതെന്നോ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേ മുത്തുകളെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഭംഗിയായി ഓരോ നൂലിൽ കോർത്തുവെച്ചാലോ? അതുപോലെ തന്നെയാണിതും. നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ, അതായത് ഡേറ്റയെ, ഭംഗിയായും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലും ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റാ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും 3 രീതികളിലാണ് നമ്മൾ ഡാറ്റയെ ഇങ്ങനെ ഭംഗിയാക്കുന്നത്. ഒന്ന്, ടെക്സ്ച്വൽ പ്രസന്റേഷൻ, അതായത് വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും കാര്യങ്ങൾ വിവരിക്കുന്നത്. 2, ടാബുലർ പ്രസന്റേഷൻ, അതായത് പട്ടിക രൂപത്തിൽ ഒരു ടേബിളൊക്കെ വരച്ച് അതിൽ കാണിക്കുന്നത്. 3ാമത്തത് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ, ചിത്രങ്ങളൊക്കെ വരച്ച്, അതായത് ഡയഗ്രംസ് ഉപയോഗിച്ച് കാണിക്കുന്നത്. ശരി, ഈ 3 രീതികളും എപ്പോഴാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡേറ്റയെ അവതരിപ്പിക്കുന്നതെന്ന് കാണാം. ഇതാണ് ടെക്സ്ച്വൽ പ്രസന്റേഷൻ. ഈ ഉദാഹരണം ഒന്ന് നോക്കിക്കേ. ഒരു ബന്ദിനെക്കുറിച്ചുള്ള ഒരു ചെറിയ റിപ്പോർട്ടാണ്. 5 പെട്രോൾ പമ്പുകൾ തുറന്നു, 17 എണ്ണം അടഞ്ഞുകിടന്നു എന്ന് ഒരു വാചകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ചു വിവരങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു 100 പെട്രോൾ പമ്പുകളുടെ കാര്യം ഇങ്ങനെ എഴുതിയാലോ? അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും, അല്ലേ? അതാണ് ഈ രീതിയുടെ ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ടാബുലാർ പ്രസന്റേഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഡാറ്റയെ നമ്മൾ ടേബിളുകളായിട്ട് ക്രമീകരിക്കുന്നു. ഒരു ടേബിളിന് വരികളും, അതായത് റോസും, നിരകളും, അതായത് കോളംസും ഉണ്ടാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡാറ്റകൾ തമ്മിൽ താരതമ്യം ചെയ്യാനും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഒരു ടേബിളിൽ ഡാറ്റയെ പല രീതിയിൽ നമുക്ക് തിരിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായിട്ടും 4 രീതികൾ ഓർത്തിരിക്കണം. ഒന്ന്, ക്വാളിറ്റേറ്റീവ്, അതായത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ എന്നിങ്ങനെ തിരിക്കുന്നത്. 2, ക്വാണ്ടിറ്റേറ്റീവ്, അതായത് നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് കുട്ടികളുടെ മാർക്ക് അല്ലെങ്കിൽ ഉയരം. 3ാമത്തേത് ടെമ്പോറൽ, അതായത് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ എത്ര മഴ പെയ്തു എന്ന കണക്ക്. 4ാമത്തേത് സ്പേഷ്യൽ, അതായത് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ കാണിക്കുന്നതുപോലെ. ഇത് ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു തിയറി ചോദ്യമാണിത്. ഒരു നല്ല ടേബിളിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? 8 ഭാഗങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ടേബിൾ നമ്പർ, ടൈറ്റിൽ, കോളം ഹെഡിങ്സ്, റോ ഹെഡിങ്സ്, ബോഡി, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോഴ്സ്, പിന്നെ നോട്ട്. ഇതിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വിവരം നമുക്കെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് കാണിക്കുന്നതാണ്. ഈ 8 പേരുകളും മറക്കാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 3ാമത്തെ രീതി, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. കുറേ അക്കങ്ങളും വാക്കുകളും വായിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമല്ലേ ഒരു ചിത്രം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ബാർ ഡയഗ്രം, പൈ ചാർട്ട് പോലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് ഡേറ്റ കാണിക്കുമ്പോൾ ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ പിടികിട്ടും. ഡയഗ്രങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ബാർ ഡയഗ്രം. ഇവിടെ ഓരോ ബാറിന്റെയും ഉയരം അത് കാണിക്കുന്ന മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയരമുള്ള ബാറിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. ഇങ്ങനെ കാര്യങ്ങൾ താരതമ്യം ചെയ്യാൻ ഇത് വളരെ നല്ലൊരു വഴിയാണ്. അടുത്തത് പൈ ചാർട്ടാണ്. ഒരു വൃത്തത്തെ ഒരു കേക്ക് മുറിക്കുന്നതുപോലെ പല കഷ്ണങ്ങളായി വിഭജിച്ച് ഓരോ ഭാഗവും എത്രത്തോളമുണ്ടെന്ന് കാണിക്കുന്ന രീതിയാണിത്.
ഒരു പൈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും കോണളവ്, അതായത് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊരു സൂത്രവാക്യം, ഒരു ഫോർമുലയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ആംഗിൾ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ശതമാനത്തെ, അതായത് പെർസെൻറ്റേജ് വാല്യൂവിനെ 3.6 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. ഈ ഫോർമുല ഇത് മറക്കരുത്. ശരി, നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പൈ ചാർട്ടിന്റെ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ ചോദ്യം നന്നായി വായിക്കുക. ഗിവൺ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ആൺകുട്ടികൾ 60%, പെൺകുട്ടികൾ 40%. ആസ്ക്ഡ്, നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു പൈ ചാർട്ട് വരയ്ക്കണം. ഇനി മെത്തേഡ്, നമ്മൾ പഠിച്ച ഫോർമുല ഉപയോഗിച്ച് ആംഗിൾ കണ്ടുപിടിക്കണം. ആൺകുട്ടികൾക്ക് 60 × 3.6, അത് 216 ഡിഗ്രി കിട്ടും. പെൺകുട്ടികൾക്ക് 40 × 3.6, അത് 144 ഡിഗ്രി കിട്ടും. അവസാനം ആൻസർ ഒരു വൃത്തം വരച്ച് ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ആംഗിളുകൾ അടയാളപ്പെടുത്തുക. കഴിഞ്ഞു. സിമ്പിളല്ലേ? ഇനി പരീക്ഷ എഴുതുമ്പോൾ അറിയാതെ നമ്മൾ വരുത്തുന്ന ചില ചെറിയ തെറ്റുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നും ആ തെറ്റുകൾ ഒഴിവാക്കി എങ്ങനെ മാർക്ക് നഷ്ടപ്പെടാതെ നോക്കാമെന്നും നമുക്ക് നോക്കാം. ചെറിയ അശ്രദ്ധ കൊണ്ട് മാർക്ക് കളയരുത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഡയഗ്രം എത്ര ഭംഗിയായി വരച്ചാലും അതിനൊരു തലക്കെട്ട്, അതായത് ടൈറ്റിൽ കൊടുത്തില്ലെങ്കിൽ മാർക്ക് പോകും. അതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണെന്ന് വ്യക്തമായി അടയാളപ്പെടുത്തണം. രണ്ടാമത്തെ തെറ്റ് പൈ ചാർട്ടിലെ കണക്കുകൂട്ടലിലാണ്. ആംഗിളുകൾ കണ്ടുപിടിച്ച ശേഷം അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കണം. അപ്പോൾ 360 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പായും പരിശോധിക്കണം. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണക്കുകൂട്ടലിൽ എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. മൂന്നാമത്തേത്, ചോദ്യം ശരിക്കു വായിക്കാത്തതാണ്. സിംപിൾ ബാർ ഡയഗ്രമാണോ അതോ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രമാണോ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ശരി, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ നേടാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ കേട്ടോളൂ. പരീക്ഷയ്ക്ക് വേണ്ടി 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 1, ഒരു നല്ല ടേബിളിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമെന്ന തിയറി ചോദ്യം. 2, ടേബിളിലെ 4 തരം ക്ലാസിഫിക്കേഷനുകൾ എന്ന തിയറി. 3, തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് ഒരു ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് വരയ്ക്കാനുള്ള പ്രാക്ടിക്കൽ ചോദ്യം. ഒരു കാര്യം ഓർക്കുക, ഡയഗ്രാം വൃത്തിയായി വരയ്ക്കുന്നതിനും കണക്കുകൂട്ടലുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി കാണിക്കുന്നതിനും പ്രത്യേക മാർക്കുണ്ടാകും. ശരി, പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് അവസാന നിമിഷം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പതുക്കെ പറയാം, എന്റെ കൂടെ ഓർത്തു നോക്കൂ. ഡേറ്റ അവതരിപ്പിക്കാൻ 3 രീതികളുണ്ട്: ടെക്സ്ച്വൽ, ടാബുലർ, ഡയഗ്രമാറ്റിക്. 4 തരം ക്ലാസിഫിക്കേഷനുകളുണ്ട്: ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ടെമ്പറൽ, സ്പേഷ്യൽ. ഒരു നല്ല ടേബിളിന് 8 ഭാഗങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല, പൈ ചാർട്ടിന്റെ ആംഗിൾ സമം പെർസെൻറ്റേജ് ഗുണം 3.6 ഡിഗ്രി. ഇത് മറക്കരുത്. ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ ഒരാഴ്ച മതിയോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? ധാരാളമാണ്. അതിനൊരു ചെറിയ പ്ലാൻ ഞാൻ തരാം. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും മുഴുവൻ മാർക്കും നേടാൻ സാധിക്കും. ആദ്യത്തെ 2 ദിവസം ഈ വിഷയം ഒന്നുകൂടി കേട്ട ശേഷം പാഠപുസ്തകം നന്നായി ഒന്ന് വായിക്കുക. അടുത്ത 2 ദിവസം വരച്ചു പഠിക്കാനുള്ളതാണ്. പുസ്തകത്തിൽ കാണുന്ന എല്ലാ ടേബിളുകളും ഡയഗ്രങ്ങളും സ്വയം ഒന്ന് വരച്ചു നോക്കണം. 5-ാമത്തെയും 6-ാമത്തെയും ദിവസങ്ങളിൽ പാഠപുസ്തകത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അവസാന ദിവസം, അതായത് 7-ാമത്തെ ദിവസം, ഫോർമുലകളും പ്രധാനപ്പെട്ട നിർവചനങ്ങളും മാത്രം ഒന്നുകൂടി ഓർത്തെടുക്കുക. ഓർക്കുക, ഇത് വളരെ എളുപ്പമുള്ളതും ഫുൾ മാർക്ക് നേടാൻ സാധിക്കുന്നതുമായ ഒരു അധ്യായമാണ്. നിങ്ങൾക്കിത് തീർച്ചയായും സാധിക്കും. എല്ലാവിധ ആശംസകളും.